ഹായ് കൂട്ടുകാരെ, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേവയാനി അനിയോട് നിന്റെ പെണ്ണ് നന്ദുവാണെന്ന് പറയുന്ന ഒരു കിടിലൻ എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ. അങ്ങനെ ദേവയാനി ആദർശിന്റെ കൂടെ നേനെ ഓഫീസിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. അവളെ അവിടുത്തെ ചീഫ് ഡിസൈനറായിട്ട് തന്നെ നിയമിക്കാണ്. അതിനുശേഷം നേന അവിടെ വീട്ടിലില്ലാത്തപ്പോൾ വല്ലാതെ ബോറടിയാണ് കേട്ടോ ദേവയാനിക്ക്. മോളെ കാണാൻ കൊതിയാവുന്നു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് നിൽക്കാട്ടോ. അവളുടെ റൂമിൽ കയറി അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടോ എന്ന് നോക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് തന്നെ ആദർശിൻ്റെയും നേനയുടെയും റൂമിലേക്ക് കയറുന്നുണ്ട് ദേവയാനി. ഈ സമയം ദേവയാനി അപ്പുറത്ത് നിന്ന് അനാമികയുടെ ശബ്ദത്തിൽ സംസാരിക്കുന്നത് കേൾക്കാട്ടോ. ആരാണ് അനാമിക ഇങ്ങനെ വിളിക്കുന്നതെന്ന് ഓർക്കാൻ വേണ്ടി തന്നെ പുറത്തേക്ക് വരാണ്. എന്നാൽ അനാമിക സംസാരിക്കുന്നത് അവളുടെ കാമുകനോടായിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും അർജുൻ, എനിക്ക് നിന്നെ ഇപ്പം കാണാൻ വരാൻ പറ്റില്ല, എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയുണ്ട്. ആരോടോ അവൾ സംസാരിക്കുന്ന കാതോർത്ത് നിൽക്കാണ് ദേവയാനി. ഏതോ ഒരു പുരുഷനോടാണ് ഇവൾ സംസാരിക്കുന്നത് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ വീണ്ടും വീണ്ടും അവൾ സംസാരിക്കാൻ ഒടുവിൽ ഫോൺ വെക്കാൻ സമയത്ത് മിസ് യു ഡിയർ, ഐ ലവ് യു എന്നൊക്കെ പറയുമ്പോൾ ദേവയാനി സംശയിക്കാട്ട്, എന്ത് ഇവൾ ഇത്തരക്കാരിയാണോ? ഇവൾ ആരോടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെ ഫോണിലൂടെ കിസ്സെല്ലാം കൊടുക്കുന്നുണ്ട് അനാമിക. ഇത് നേരിട്ട് കാണേണ്ടി വന്ന ദേവയാനിക്ക് വല്ലാതെ സങ്കടമാവട്ടോ. തൻ്റെ അനിയുടെ കാര്യത്തിൽ തനിക്കും അച്ഛനൊക്കെ തെറ്റ് പറ്റിയല്ലോ എന്ന് തോന്നാണ്. അങ്ങനെ അനാമികയാണെങ്കിലോ ഇതൊന്നും അറിയില്ല. ദേവയാനി ഇതൊന്നും കണ്ടതൊന്നും അറിയില്ല. ദേവയാനിക്ക് തോന്നാണ് അനാമികയെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കണം. അവളുടെ ബാക്ക്ഗ്രൗണ്ട്, അവൾ എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നത്, അവളുടെ അച്ഛനും അമ്മയ്ക്കും എന്തോ കള്ളത്തിലുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ആ സ്വർണ്ണമോഷണത്തിലും വിഷം ചേർത്തതിലും അവൾക്ക് കൊടുത്ത സ്വർണം എവിടെയാണെന്ന് ചോദിക്കണം. അങ്ങനെ അനാമികയുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. അവൾ ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കായിരിക്കും. അനാമിക, ഞാൻ വന്നത് നിനക്ക് തിരക്കായോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല വല്യമ്മ വരൂ എന്ന് പറയാൻ. അല്ല, നിനക്ക് ഞാൻ കുറച്ച് സ്വർണം തന്നിരുന്നല്ലോ, അതൊക്കെ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അതെല്ലാം ലോക്കറിൽ സൂക്ഷിക്കാൻ കൊടുത്തു. ലോക്കറിൽ സൂക്ഷിക്കാൻ കൊടുക്കുക, ബാക്കി എവിടെ എന്ന് ചോദിക്കാണ്. അങ്ങനെ പമ്മി ഇരിക്കാട്ടോ അനാമിക. അതും ഞാൻ അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ കൊടുത്തു വിട്ടു. അതെന്തിനാ നീ അവരുടെ കയ്യിൽ കൊടുത്തു വിട്ടത്? ഇവിടെ ആരെങ്കിലും കയ്യിൽ കൊടുത്താമായിരുന്നല്ലോ. പിന്നെ ഇവിടെ നിന്ന് അങ്ങനെ സ്വർണ്ണമൊന്നും പോവില്ല. ഇവിടെ എപ്പോഴും എത്ര പോലും സ്വർണ്ണങ്ങളുണ്ട് ഇവിടെ എല്ലാവരുടെ അടുത്തായിട്ട്. അത് ഇതുവരെ ആരുടെ അടുത്തുനിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല. എന്നിട്ടാണോ വല്യമ്മേ അവളുമാരുള്ള ഈ വീട്ടിൽ എനിക്ക് സ്വർണം വെക്കാൻ പേടിയാണ്. അന്നൊരു മാല കാണാതായത് വല്യമ്മക്ക് അറിയാമായിരുന്നല്ലോ. അത് അവൾമാരെടുത്തതാണെന്ന് ഉറപ്പില്ലല്ലോ. അതുപോലെ ഇനിയും സ്വർണം നഷ്ടപ്പെടുമെന്ന് ഭയം കൊണ്ടാണ് ഞാൻ അങ്ങനെ അച്ഛനെയും അമ്മയും വിളിച്ചത്. എന്നാൽ മോളൊരു കാര്യം ചെയ്യുക, ആ സ്വർണ്ണമെല്ലാം നമുക്ക് മാറ്റിയെടുക്കാം. നീ നിൻ്റെ അച്ഛനെയും അമ്മയും വിളിച്ചിട്ട് അതുമായിട്ട് പെട്ടെന്ന് വരാൻ പറ, നമുക്ക് ഒരുമിച്ച് പോയി മാറ്റാം. ഇത് കേട്ടതും അനാമിക ആകെ പേടിക്കാട്ടോ. അയ്യോ അതൊന്നും വേണ്ട വല്യമ്മേ, ആ സ്വർണം അവിടെ ഇരുന്നോട്ടെ, നമുക്ക് പുതിയത് വേറെ വാങ്ങാം. അതൊന്നും ആവശ്യമില്ല. അങ്ങനെ അനാമിക പെട്ട മാതിരി നിൽക്കാട്ടോ. ഓടി അനാമിക പറയാണ്, അതിപ്പോൾ വേണ്ട, എനിക്ക് ആ പഴയ സ്വർണത്തിനോടാണ് താല്പര്യം എന്നൊക്കെ പറഞ്ഞോട് തന്നെ ദേവയാനി അവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോഴേക്കും ദേവയാനിക്ക് മനസ്സിലായി കാണണ്ടോ, ഇവർക്ക് എന്തോ ഒരു ചുറ്റിക്കളിയുണ്ട്, എന്തോ ഒരു കള്ളത്തരം ഇവർക്ക് പുറകെയുണ്ട്. അങ്ങനെ ദേവയാനി തന്നെ അനാമികയും അച്ഛനെയും കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനിക്കാണ്. അവളുടെ കൂട്ടുകാരുടെ സഹായത്തോടു കൂടെ തന്നെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ടോ വേണുവിനെയൊക്കെ ഫുൾ ടൈം വാച്ച് ചെയ്യുന്നുണ്ട് അവരുടെ ഗ്യാം. അങ്ങനെ ദേവയാനിക്ക് മനസ്സിലാവാണ് ഇവർ തട്ടിപ്പ് ഫാമിലിയാണെന്ന കാര്യം. ഒരുപാട് കടക്കണിയിലാണ് വേണു ഇപ്പോഴും ജീവിക്കുന്നത്. അതിനു വേണ്ടി പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് തന്നെ വെട്ടിപ്പും തട്ടിപ്പും നടത്തിയാണ് ഇത്രയും കാലം ജീവിച്ചു പോയതെന്നും ദേവയാനി മനസ്സിലാക്കുകയാണ്. വല്ലാത്ത നിരാശ തോന്നുന്നു കേട്ടോ. ആദർശിനെ പോലെ തന്നെയാണ് അനിയൻ കണ്ടത്. അവൻ നല്ലൊരു പടുകുഴിയിലാണല്ലോ ചാടിക്കിടക്കുന്നത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ആരോടാ ഞാൻ ഈ സങ്കടം പറയാം? ആരോടും പറയാൻ വയ്യ. എന്താണ് ഇതിനൊരു പോംവഴി? അവൻക്ക് നന്ദുവിന് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അതങ്ങ് ചെയ്ത് കൊടുത്താമായിരുന്നു. നന്ദുവും നയനയെ പോലെ നന്മയുള്ള പെൺകുട്ടിയാണ്, പണത്തിനെ കുറവുള്ളൂ. എന്നാലോ അനന്തപുരിക്കാർക്ക് ഒരുപാട് പണമുണ്ടല്ലോ, അവരുടെ ജീവിതം നന്നായി കാണണം, അത് മാത്രമല്ലേ ഞങ്ങളൊക്കെ ആഗ്രഹിക്കേണ്ടത് എന്ന് ചിന്തിക്കാൻ കേട്ടോ. ആ സമയമാണ് നന്ദു നവ്യയെ കാണാനായിട്ട് അവിടേക്ക് വരുന്നുണ്ട്. നവ്യയാണെങ്കിലോ ഇപ്പോൾ പൂർണ്ണ ഗർഭിണിയാണ്. അവളെ കാണാൻ ആഗ്രഹം തോന്നിയപ്പോൾ നന്ദ് കുറച്ച് പലഹാരമൊക്കെ ആയിട്ട് വരാൻ കേട്ടോ. എന്നാൽ നന്ദുവിനെ നിർബന്ധിച്ച് വീട്ടുകാർ പറഞ്ഞു വിടായിരിക്കും. കാരണം ഗോവിന്ദനോ ആ സമയത്ത് അനന്തപുരിയിലേക്ക് നവ്യക്ക് അടുത്തേക്ക് വരാൻ വേണ്ടി കഴിയില്ലായിരിക്കും. അതുകൊണ്ട് തന്നെ നന്ദുവിനെ പറഞ്ഞു വിടണം. അവിടെ അനാമികയുള്ളതുകൊണ്ട് തന്നെ നന്ദുവിന് ഒട്ടും തന്നെ ഇഷ്ടമല്ല. ഈ സമയമായപ്പോഴേക്കും നയന ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ടാവും. നന്ദുവിനെ കണ്ടതും വളരെ സന്തോഷത്തോടു കൂടി തന്നെ മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളെ
സ്വീകരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കാപ്പിയെല്ലാം കൊടുത്ത് നന്ദുവുമായിട്ട് സംസാരിച്ച് അവർ ബാൽക്കണിയിൽ നിൽക്കുകയാണ്. ഈ സമയം അവിടേക്ക് അനിയും വരുന്നുണ്ട്. അനിയും തന്നെ നന്ദുവിനെ കണ്ടതും നന്ദു എപ്പോൾ എത്തി, സുഖാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ അവിടേക്ക് വന്ന അനാമിക, ആഹാ അവൾക്ക് സുഖാണോ എന്ന് ചോദിക്കാൻ നിനക്ക് എന്തൊരു ആകാംക്ഷയാണ്, ഇവിടെ നിന്റെ ഭാര്യയുണ്ട്, ഒരിക്കൽ പോലെങ്കിലും നിനക്ക് സുഖാണോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? നീ എൻ്റെ കൺമുമ്പിൽ തന്നെ ഉണ്ടല്ലോ, നിനക്കൊരു അസുഖമില്ലെന്ന് എനിക്കറിയാം, പിന്നെന്തിനാ ഇടയ്ക്കൊക്കെ അങ്ങനെ ചോദിക്കണത് എന്ന് അനി ചോദിക്കണം. എന്നാലും നീ അവളോട് ചോദിക്കുന്നത് അവളെ കണ്ടാൽ എന്തെങ്കിലും അസുഖമുള്ളതായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ? പിന്നെ എന്തിനാ നീ അവളുടെ അടുത്ത് ചോദിച്ചത് എന്ന് അനാമിക ചോദിക്കാൻ. എടി അനാമികയെ, വീട്ടിൽ വരുന്നവരോട് കുറച്ചെങ്കിലും മാന്യമായിട്ട് സംസാരിക്കണ്ടേ, അങ്ങനെ ഞാൻ ചോദിച്ചു പോയതാണ്, ഞാൻ അല്ലാതെ മറ്റൊരറുത് ചോദിച്ചതല്ല എന്ന് അനി പറയുന്നുണ്ട്. ഇത് കേട്ട അനാമിക പറയും, ഓ നീ ചോദിക്കും, എന്തിനാണാവോ ഇപ്പോൾ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? എന്തായാലും ചേച്ചിയും അനിയത്തിമാരും ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ എല്ലാവർക്കും 3 പേർക്കും സുഖമായിട്ട് ഇവിടെ അങ്ങ് കഴിയാന്ന് കരുതിയോ? എന്നാൽ നീ കേട്ടോ, അനി ഒരിക്കലും നിനക്ക് കിട്ടിയില്ല. ഈ താലി ഞാൻ ഊരി മാറ്റി പോവാത്തത് നിനക്ക് അവൻ്റെ താലി വീഴുമെന്ന പേടിക്കൊണ്ട് തന്നെയാണ്. എന്നാൽ നിങ്ങൾ ഞാൻ സന്തോഷത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് പറയാം. ഇത് കേട്ടുകൊണ്ടതാണ് ദേവയാനി അങ്ങോട്ട് വന്ന് എന്താ ഇവിടെ എന്ന് ചോദിക്കാണ്. എന്തിനാ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ബഹളം വെക്കുന്നത്? അത് പിന്നെ വല്യമ്മ കണ്ടോ, ഇവൻക്ക് എൻ്റെ അടുത്ത് സ്നേഹത്തോടെ സംസാരിക്കാൻ പോയ ആ മൊട്ടച്ചി കണ്ടപ്പോൾ ഇവൻ എന്തുമാത്രം സന്തോഷത്തോടെ സംസാരിച്ചത്. അതെ നിന്റെ കയ്യിലിരിപ്പോണ്ടായിരിക്കും അവൻ അങ്ങനെ നിന്നോട് സംസാരിക്കാത്തെന്ന് ദേവയാനിയുടെ മറുപടി കേട്ടതും അനാമിക വാ പൊളിക്കാട്ടോ. നീ കൂടുതലൊന്നും പറയണ്ട, എന്താ പ്രശ്നം? അത് വല്യമ്മേ, ഞാൻ നന്ദുവിനെ കണ്ടപ്പോൾ ഒരു കുശലമന്വേഷണം പോലെ സുഖാണോ എന്ന് ചോദിച്ചു പോയി, അതിനാണ് ഇവൾ ഇങ്ങനെ പറയുന്നത്. അതിലെന്ത് തെറ്റിയിരിക്കുന്നത്? എന്തിനാ അനാമികയെ നീ വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? നന്ദു എന്ന് ഇവിടേക്ക് നവ്യയെ കാണാൻ അവരുടെ ചേച്ചിമാരെ കാണാനാണ് വന്നത്, അവൾ അങ്ങ് തിരികെ പോവുകയും ചെയ്യും. പിന്നെ എന്തിനാ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത്? അവർക്ക് 2 പേർക്കും കാണുമേൽ പുറത്ത് വെച്ച് ആവാമല്ലോ, അപ്പം നീ കാണില്ലല്ലോ അങ്ങനെ ഒളിച്ചും പാത്തും കാണുന്നവരാണെങ്കിൽ എന്ന് വല്യമ്മ ചോദിക്കാട്ടോ. ഇത് കേട്ട അനാമിക പറയും, ഓ വല്യമ്മ ഇവരുടെ സൈഡ് പറയാൻ തുടങ്ങിയില്ലേ, എന്ന് മുതലാ നിങ്ങളിങ്ങനെ മാറിയത്? നിങ്ങൾ എന്തൊക്കെ അതിനു മുമ്പേ പറഞ്ഞതൊക്കെ എനിക്കറിയാവുന്ന കാര്യമല്ലേ, എന്നാലും ഇപ്പം ഇവിടെ ഒരു തെറ്റും സംഭവിച്ചിട്ടില്ലെന്ന് എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. നന്ദു പറയും, ഞാൻ കാരണം ഇവിടെ ഒരു വഴക്ക് വേണ്ട, ഞാൻ പോവാണെന്ന് പറഞ്ഞ് നന്ദു പോവാൻ തിരിയുമ്പോൾ നിൽക്ക് എന്ന് അനാമികയെ ദേവയാനി പറയുന്നുണ്ട് കേട്ടോ നന്ദുവിൻ്റെ അടുത്ത്. അങ്ങനെ നന്ദു തിരിഞ്ഞ് നിൽക്കാണ്. ഈ സമയം, അല്ല നീ എന്തിനാ എത്ര ധൃതിയിൽ പോകുന്നു? നിൻ്റെ ചേച്ചിമാരുടെ വീടല്ലേ ഇത്, നീ പിന്നെ ഇങ്ങനെ ധൃതി പിടിച്ച് പോവേണ്ട ഒരാവശ്യമില്ല, ഇവിടെ ഒരു പ്രശ്നമില്ല. അനാമികക്ക് വലിയ പ്രശ്നമാണെങ്കിൽ അവൾ പോട്ടെ എന്ന് പറയാം. എന്താ വല്യമ്മേ ഈ പറയുന്നത്? നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ മരുമകളെയും അവരുടെ അനിയത്തിയെയും മാത്രം മതി, എന്നെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക അവിടെ നിന്ന് പോവാൻ നിൽക്കാണ്. നിന്നോട് നിൽക്കാൻ പറഞ്ഞത്, നന്ദു ഇവിടേക്ക് എപ്പോഴും വരും, അവരുടെ ചേച്ചിമാരെ കാണും, അവൾക്ക് വേണമെങ്കിൽ ഇവിടെ താമസിക്കുകയും ചെയ്യും, അതിനൊന്നും നീ എതിര് പറയേണ്ട ഒരാവശ്യവുമില്ല. അനിയുടെ കാര്യത്തിൽ എനിക്കൊരു തെറ്റ് പറ്റിയെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. കാരണം പണമോ സ്വത്തോ ഒന്നുമല്ല, മനസ്സമാധാനത്തോടുള്ള ജീവിതമാണ് വേണ്ടത്. ഒരുപക്ഷെ നന്ദുവിൻ്റെ കാര്യത്തിൽ അവൻ താലി കെട്ടിയെങ്കിൽ അവൻക്ക് അങ്ങനെ ഒരു ദാമ്പത്യ ജീവിതം ഉണ്ടായിരുന്നു. ഇപ്പോൾ എപ്പോഴും നീ പ്രശ്നം ഉണ്ടാക്കാൻ, നീ അവനൊന്ന് സ്നേഹിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് നല്ല ജീവിതമായിരിക്കും അനി. ഞാൻ നിന്നോട് പറയാം അനാമിക, ഈ സ്വഭാവം ഇങ്ങനെ തുടർന്നു പോയാൽ നീ നന്ദുവിൻ്റെ കാര്യത്തിൽ ഞാൻ തന്നെ നിന്നെക്കൂടെ താലി കെട്ടിപ്പിക്കും എന്ന് പറയാട്ടോ. ഇത് കേട്ടതും എനിക്ക് സന്തോഷമാവുന്നുണ്ട്. അനാമിക ആണെങ്കിൽ ഓഹോ വല്യമ്മയുടെയും കൊച്ചുമോൻ്റെയും ആഗ്രഹം നടക്കാൻ പോകുന്നില്ല, നിങ്ങളൊക്കെ ഒറ്റക്കെട്ടാണ്, എനിക്കിപ്പം മനസ്സിലായി. അങ്ങനെ ജാനകിയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, ദേവയാനി വല്യമ്മൊക്കെ ആകെ മാറിപ്പോയി. ആ നന്ദുവിൻ്റെ കാര്യത്തിൽ അനിയെക്കൊണ്ട് താലി കെട്ടിക്കുമെന്ന് എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അവളോട് പറഞ്ഞു. ഞാനങ്ങ് അപമാനിച്ച് ഇല്ലാതായിപ്പോയി, ഇനി ഞാൻ സഹിക്കില്ല, ഞാൻ ഇവിടെ നിന്ന് പോവാം, എനിക്ക് അങ്ങനെ ഇവിടെ നിൽക്കേണ്ട ഒരാവശ്യമില്ല എന്ന് പറയുമ്പോൾ ജാനകി പറയും, മോളെ നീ ക്ഷമിക്കുക, നീ പോയി കഴിഞ്ഞാൽ അനി അവളുടെ പുറകെ പോവും, അത് പാടില്ല, നീയാണ് എൻ്റെ മരുമകൾ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ദേവയാൻ്റെ അടുത്ത് വന്ന് ജാനകി ചോദിക്കും, എന്തിനാ എൻ്റെ മോളെ മുമ്പിൽ വെച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത്? നിൻ്റെയും നിൻ്റെ മരുമോൻ്റെയും ഒക്കെ ജീവിതം നല്ലതുപോലെ മുന്നോട്ട് പോവാണ്, മരുമോളും മോനൊക്കെ ഒന്നായിപ്പോൾ നിൻ്റെ സ്വഭാവം അങ്ങ് മാറിപ്പോയി, ഇപ്പോൾ എൻ്റെ മോൻ്റെ ജീവിതം എന്തിനാ ഇല്ലാതാക്കുന്നത് ദേവയാനി എടുത്തി എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് ദേവയാനി പറയും, ജാനകി നീ കണ്ണു തുറക്കാനായിട്ടുണ്ട്, പല കാര്യങ്ങളും നീ കണ്ടില്ലെന്ന് നടിക്കരുത്, ഇവിടെ നിൻ്റെ മോൻക്ക് യോജിച്ച ഒരു പെണ്ണല്ല അവൾ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിന് പറഞ്ഞത്, അവൾ ഒഴിഞ്ഞു പോവാണെങ്കിൽ പോവട്ടെ, അനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണം, അതിപ്പോൾ എൻ്റെ കടമയും കൂടെ, ഞാനാണ് അവനെ ഇതിലേക്ക് വലിച്ചയച്ചത്, എന്താ എടുത്തി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കാണ്. അതെ ഞാൻ കേട്ടതൊക്കെ സത്യം തന്നെയാണ്, നിനക്കും അത് ബോധ്യമാവാണ്ട്, അവർ ഒരു തട്ടിപ്പ് ഫാമിലിയാണ് എന്ന് ജാനകിയോട് പറഞ്ഞെങ്കിലും ജാനകി അതൊന്നും വിശ്വസിക്കുന്നില്ല. അധികം വൈകാതെ തന്നെ ജാനകിയും ആ സത്യം മനസ്സിലാക്കൂട്ടോ. ഒരു ഫ്രോഡ് ഫാമിലിയാണ്. അനാമികയുടെ യഥാർത്ഥ മുഖം മനസ്സിലാക്കുന്നുണ്ട്. അവൾ ഇവിടുന്ന് സ്വത്തും പണവുമായിട്ട് അവളെ സ്നേഹിക്കുന്ന കാമുകൻ്റെ കൂടെ പോവാൻ തന്നെയാണ് അവളുടെ അടുത്ത പ്ലാന്. എന്തായാലും അതെല്ലാം പൊളിച്ചടുക്കി അവളെ പോലീസിൽ ഏൽപ്പിക്കുന്ന അടിപൊളി രംഗം നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.